വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമയുടെ റെസിപ്പിയാണ്. പൊറോട്ട, പത്തിരി, പാലപ്പം, ഇടിയപ്പം ഇവയുടെയൊക്കെ ഒപ്പം ഒരു ലിമിറ്റുമില്ലാതെ ആസ്വദിച്ച് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യമായിട്ട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ആണ് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം, 2 ചെറിയ പട്ട, 3 ഗ്രാമ്പു ഇവ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 35 ചെറിയ ഉള്ളി ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൈയുടെ അളവാണെങ്കിൽ അതിൽ നിന്ന് 2 കൈപ്പിടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കുക. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ വഴറ്റുക. ഇപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പൈസസ്, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ വഴറ്റി ആറിയതിന് ശേഷം നമ്മൾ ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അതായത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷം ഇതിനെ അവിടെ മാറ്റി വെക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മൾ വീണ്ടും കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വീണ്ടും നമ്മൾ 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചരുചി മാറുന്നിടം വരെ. ഇനി ഇതിലേക്ക് 2 സബോള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇവിടെ നമ്മൾ ബീഫിനെ കുക്കറിനകത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് വഴറ്റുന്നതൊക്കെ ഈ ഒരു കുക്കറിലേക്ക് ആക്കിയത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സബോളയൊന്നും ഒരുപാട് വഴന്നു പോകണ്ട. കളറൊന്നും ചേഞ്ച് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യണ്ട. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി ഒരുപാട് വഴറ്റാനായിട്ടൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ഒരുപാട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതിയാകും. കാരണം കുക്കറിലാണ് വേവിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞു പോകാനായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുറുമയ്ക്ക് വേണ്ടിയിട്ട് ബീഫ് റെഡിയാക്കുമ്പോൾ എല്ലില്ലാത്ത ഭാഗങ്ങൾ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ചെറുതല്ല, ഒരു മീഡിയം സൈസിൽ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി ചൂടാറിയതിന് ശേഷം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഈ ബീഫ് വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ബീഫും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഇതിനെ കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആദ്യം 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 4 വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ ബീഫ് വെന്ത് കിട്ടുന്നത്. ആദ്യം തന്നെ ഈ 6 വിസിലും ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ നിൽക്കരുത്. ഈ സമയത്ത് ഒരു 15-16ഓളം കശുവണ്ടി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഇനി തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് 2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് പാല് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ബീഫിന് 6 വിസിലും വന്നിട്ടുണ്ട്. എയർ പോയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് ചാറുമുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നിന്നും ഒരു കടായിലേക്ക് ഈ ഒരു ബീഫിനെ മാറ്റാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കടായിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം. ഇപ്പം ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് കുറുകിയ പരുപ്പത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുക. നന്നായിട്ട് ചാറുണ്ടെങ്കിൽ ഒന്ന് കുറുകിയെടുക്കണം. ഒരുപാട് വറ്റിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചാറ് ഒരുപാട് വറ്റാത്ത രീതിയിൽ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശുവണ്ടിയെ കുറച്ച് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആ ബൗളിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു സമയത്താണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ഒരു ശകലം പോലും തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും, അല്ലെങ്കിൽ വെള്ളം വിട്ടുപോകും. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മസാലക്കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി അടുത്ത ദിവസം വരുമ്പോഴേക്കും ഗുഡ് ബൈ.